PM ശ്രീ പദ്ധതിയെക്കുറിച്ച് എ റഹീം എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അത് ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ്. അത് ചെയ്തു എന്നതിന് അത് ഞങ്ങൾ നിർബന്ധിതമാക്കപ്പെടുകയാണ്. അത് ചെയ്യേണ്ടി വന്നു. അത് ചെയ്തില്ല എങ്കിൽ വരുന്നത് PM ശ്രീ പദ്ധതി ഒപ്പിട്ടതിന് ശേഷം പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അധികാരം നഷ്ടപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ ഒരു മൂലക്കിരുത്തിയതിനു ശേഷം PM ശ്രീ പദ്ധതിയെക്കുറിച്ച് എ റഹീം പറയുന്നത് എന്താണെന്ന് കൂടി കേൾക്കാം. PM ശ്രീയിൽ നിന്ന് പിന്മാറുക ഇനി പ്രായോഗികമായി സാധ്യമല്ല. പ്രായോഗികമായി സാധ്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാതെയാണോ നിങ്ങളെന്ന് ജനങ്ങൾക്ക് വാക്ക് കൊടുത്തത്? എന്നാൽ ജനങ്ങളോട് മാപ്പ് പറ. ഇതേ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ശ്രീ ജയ്ക്ക് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. അതാണ് പ്രശ്നം. ഇടതുപക്ഷം തള്ളിക്കളഞ്ഞ ഒപ്പിട്ട് തള്ളിക്കളഞ്ഞ PM ശ്രീയെ നിങ്ങളെടുത്ത് ശിരസിലേറ്റി വെക്കുന്നു. അതാണ് പ്രശ്നം. ഒപ്പിട്ട് തള്ളിക്കളഞ്ഞ PM ശ്രീയെ അധികാരത്തിലിരുന്ന സമയത്ത് രഹസ്യമായി പോയി ഒപ്പിട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരു പദ്ധതിയും അതിൻ്റെ ഫണ്ട് കൈപ്പറ്റിയ ആൾക്കാരാണ് ഈ പറയുന്നത് ഇതൊന്നും ചെയ്തിട്ടില്ല. പണ്ട് ഇവർ പറയുന്ന കള്ളങ്ങൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം അന്നത്തെ സോഷ്യൽ മീഡിയയോ അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനലുകളോ ഒന്നും തന്നെ ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാം കൈക്കൊമ്പിളിലുണ്ട്. എന്നിട്ട് ഇവർ നമ്മുടെ മുമ്പിൽ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ തൊട്ടു പിന്നാലെ SFIയും ASFും DYFIയും CPMും CPIയും എല്ലാവരും സമരമുഖത്താണ്. എന്തിനാണ്? VD സതീശൻ PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം പിണറായി വിജയനായിരുന്നു തടയേണ്ടിരുന്നത്. ആ സമയത്ത് നിങ്ങളുടെ നേതാക്കൾ CPMൻ്റെ CPIയുടെയും ഈ പറഞ്ഞ SFIയുടെ നേതാക്കൾ ഉൾപ്പെടെ പോയി പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്താണ് പറഞ്ഞത്? തെറ്റുകൾ തിരുത്തണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാര്യമായി ഒന്ന് നോക്കണം. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ശ്രീ V ശിവൻകുട്ടിയുടെ അടുത്ത് പോയി നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞാണ്. നിങ്ങളിന്ന് ആരെയാണ് ഈ പൊട്ടനാക്കുന്നത്? പിന്നെ എന്തായാലും ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ അവർ തെറിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കുക. കഴിവുള്ളൊരു മുഖ്യനാണ് ഇരിക്കുന്നതെങ്കിൽ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കും. ഓക്കെ.